Paul's Cock from the director Christopher Nolan. The Odyssey. What a film. What a film. Absolute cinema. Absolute cinema. Based on Homer's epic Greek mythology, Odyssey. ഈ സിനിമ ഞാൻ കണ്ടുള്ളത് കാലിക്കറ്റ് പാലാക്ഷി എന്നാണ്. എപ്പിക്. ഇത് നിങ്ങൾക്ക് ഈ സിനിമ ഇത് ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അത്ര ഇമോഷൻസ് പറയുന്ന വളരെ ആർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. ഇതിപ്പോൾ ഓപ്പൺഹൈമറും ടെനറ്റും ഡെങ്ക്രിക്കൊക്കെ കണ്ട പോലെ ഇതൊരു നോളൻ സിനിമയാണെന്ന് വെച്ച് കഷ്ടപ്പെട്ട് കാണുന്നതും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരാവശ്യമില്ല. എനിബഡി ക്യാൻ എൻജോയ്. കാരണം ഇതിനൊരു ഞാൻ പറഞ്ഞ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്, ഒരു ഇമോഷനുണ്ട്, ഒരു ഡ്രാമയുണ്ട്. ഇതൊരു മിത്തോളജിക്കൽ എപ്പിക് എന്ന് പറയുമ്പോൾ ഇതൊരു ഡ്രാമയാണ്. ആക്ഷനുണ്ട്, ഫാൻറ്റസി ഉണ്ട്, അഡ്വഞ്ചറുണ്ട്. അങ്ങനെ ഇത് വൻ പരിപാടിയാണ്. ദിസ് ഈസ് എ ഗ്രാൻഡിയർ. വൺ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു കാൺട്ട് ഈവൻ ഇമാജിൻ ദ സ്കെയിൽ ഓഫ് ദിസ് ഫിലിം. അത് ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസ് ആൻഡ് സൗണ്ട് സ്കേപ്പ്. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകമ്പനം, ഏർത്ത് ഷാറ്ററിങ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു സിനിമ കാണണം, അതിൻ്റെ ഒരു കഥ, അഭിനയം, കുറേ സീൻസ്, അങ്ങനത്തെ പരിപാടി, ഇമോഷൻസ് കാണുകയാണെങ്കിൽ നിങ്ങളൊരു സ്കോപ്പിൽ കണ്ടാൽ മതി. ബട്ട് ഇഫ് യു റിയലി വാണ്ട് ടു എക്സ്പീരിയൻസ് ദ നോളൻസ് ദ ഓഡിസി, അത് നിങ്ങൾ ഫ്ലാറ്റിൽ തന്നെ കാണണം, ഫ്ലാറ്റ് റേഷ്യോയിൽ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് IMAX 70mm ഫിലിമിൽ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രാന്ത് അറിയാലോ. പക്ഷേ ഒരു 50 ബിലോ തിയേറ്റേഴ്സിൽ മാത്രമേ വേൾഡ് വൈഡ് IMAX OG ഉള്ളൂ, ഇന്ത്യയിൽ പോലും ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ പാലാക്ഷി എപ്പിക്കിൽ കണ്ട പോലെ നിങ്ങൾക്ക് മറ്റേ PXL കാണാം, PVR കാണാം, എറണാകുളം ഉണ്ട്, കൊച്ചിയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, ഇപ്പോൾ കാലിക്കറ്റ് പാലാക്ഷി ഉണ്ട്, തൃശ്ശൂരും ഉണ്ട് പാലാക്ഷി. ബാക്കി ഡിസ്ട്രിക്ട്സ് ഉള്ള ആളുകൾക്ക് അഡ്ജസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട്സിൽ പോലെ വഴിയുള്ളൂ, വേറെ വഴിയില്ല. അത് എക്സ്പീരിയൻസ് ദാറ്റ്സ് മാഗ്നിഫിസൻറ്റ്. അത് ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ ത്രൂ വേർഡ്സ്. ഇത് ഞാൻ പറഞ്ഞത് വെറും വിഷ്വൽസും സൗണ്ടും മാത്രമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങൾ സ്കോപ്പിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവും, ഇമോഷണലി കണക്റ്റ് ആവും, നിങ്ങളിത് എൻജോയ് ചെയ്യും, രോമാഞ്ചം കൈയടിക്കും. പക്ഷെ വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ഇതിനകത്ത് കയറൂലേ. നമ്മൾ ഈ സ്കോപ്പിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് സിനിമ കാണാമെന്നുള്ളൊരു ഫീല് വരും ഇടയ്ക്കൊക്കെ. പക്ഷെ ഇതല്ല, ഇതിനകത്ത് കയറിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇയാൾ പ്രാന്തനാണല്ലോ നോളൻ. ഇദ്ദേഹം പണ്ട് ഇൻഡസ്ട്രിയലിന് വേണ്ടിയിട്ട് ചോളം കൃഷി ചെയ്ത കഥ നമുക്കറിയാം. അപ്പം ഇതിൽ ഈ അഡ്വഞ്ചർ, ഇതിൽ കുറേ ഫാൻറ്റസി ഉണ്ട്, സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഇദ്ദേഹം റിയലിസ്റ്റിക്കായിട്ട് എടുത്ത് വെച്ചേക്കുക. ഇതിലിപ്പം VFX ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ CG ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇത് മാക്സിമം OG ഫിലിമാണ്. ഇത് ലൊക്കേഷൻസ്, കുറേ ഐലൻഡ്സ്. കാരണം ഇവർ കടലിൽ യാത്ര ചെയ്യാണ്. കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ ഇവരെത്തിപ്പെടും. അവിടെ ഉണ്ടാവുന്ന ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫാൻറ്റസി എലിമെൻറ്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് അന്യ എക്സ്പീരിയൻസ്. അത് അതൊരു ലൊക്കേഷൻസ്, ഐലൻഡ്സ് ആയി കഴിഞ്ഞാലും ബീച്ചസ് ആയി കഴിഞ്ഞാലും അതും ഡിഫറെൻറ്റ് ടെറൈൻസാണ്. ജോഗ്രഫിക്കലി എൻറ്റൽ ഡിഫറെൻറ്റ് ടെറൈൻസ്, അവിടെയുള്ള സ്റ്റോറീസ്. അപ്പം ഇതിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട. ഇപ്പം ട്രോയ് നമ്മൾ കണ്ടുള്ള സിനിമയാണ്, അതിൽ അക്കിലീസിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ബ്രാഡ് പിറ്റ് ചെയ്ത കഥാപാത്രം, ഹെക്ടറും അക്കിലീസൊക്കെ. പക്ഷെ ഇതിൽ ഇതാണ് ഒഡിസീസാണ്, ഒഡീസിസ് ആൻഡ് ടെലിമാക്കസ്. അത് ചെയ്തിരിക്കുന്നത് മാറ്റ് ഡേമനും അതുപോലെ തന്നെ ടോം ഹോളണ്ടും, മകൻ. പിന്നെ പെനിലോപ്പി ഉണ്ട്, ആനി ഹാത്തവേ ചെയ്ത കഥാപാത്രം. അങ്ങനെ പിന്നെ സെൻഡായ ഉണ്ട്. സെൻഡായ ഒരു അവിടെ കൊല്ലപ്പെടുന്ന ഒരു ഇതായിട്ടാണ്. പിന്നെ അവർ തന്നെ രണ്ടാമതും വരുന്നുണ്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരെ, ഒഡീസീസിന്. അപ്പോൾ അങ്ങനെ ഈ സിനിമ. പിന്നെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഒരു ഇന്ത്യക്കാരെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അയാളെ കണ്ടപ്പോഴേ മനസ്സിലായി, അയാൾ ടെനറ്റിലുണ്ട് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ഹിമേഷ് പട്ടേൽ. പുള്ളി ഇന്ത്യക്കാരനാണെന്ന് പുള്ളിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ട് പുള്ളിയെ കണ്ടറിയാം.
ഇസ് ജീൻ ഇന്ത്യക്കാരനാണെന്ന്. അങ്ങനെ ഒരാൾ എന്തിനാണ് നോളൻ ഇതിൽ കാസ്റ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ പിന്നെ ഈ അവിടെ ഈ പരിപാടി നടക്കുന്ന സമയത്ത്, ഈ ട്രോജൻ വാർ നടക്കുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ അവിടെ എന്ത് കാര്യം? അത് കണ്ടാൽ മനസ്സിലാവില്ല. എന്ത് ടെനറ്റിലുള്ളതുകൊണ്ട് ഇങ്ങനെ ബന്ധം വഴി കാസ്റ്റ് ചെയ്യേണ്ട ഒരാളല്ലല്ലോ നോളൻ, അല്ല അങ്ങനത്തെ സിനിമ എടുക്കുന്ന ആളല്ലല്ലോ. ബട്ട് സം ടൈംസ് ഇറ്റ് ഹാപ്പൻസ്. ഇനി അതിൽ വലിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് ഐ റിയലി ഡോണ്ട് നോ. നേരത്തെ ഞാൻ സെൻഡയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ 2 ക്യാരക്ടർ ഉണ്ട് പറഞ്ഞില്ലേ, അതിൽ ഒന്ന് അഥീനയാണ്, പിന്നെ ഒന്ന് ഒരു പ്രീസ്റ്റസിൻ്റെ തലയാണ് വെട്ടിക്കളയുന്നത്. അതാണ് ഹോണ്ട് ചെയ്യുന്നത് ആരെ? ഒഡീസിയസിന്. പിന്നെ ലൂപ്പിറ്റ നോങ്ങോ, ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആണല്ലോ. ഈ ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറയുന്നത് ഇത് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയാൻ പറഞ്ഞ് കാണിച്ചിട്ട് സൗന്ദര്യ സങ്കല്പം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവരെ കാസ്റ്റ് ചെയ്തപ്പോൾ ഷീസ് ഡാർക്ക് സ്കിൻഡ്. അപ്പം അതുകൊണ്ട് അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. ഇതിൽ തന്നെ അവർ തന്നെ 2 ഉണ്ട്. ഒന്ന് അവർ സിസ്റ്ററായിട്ടും ഉണ്ട്. പിന്നെ റോബർട്ട് പാറ്റിൻസൺ, അദ്ദേഹം ഒരു സൂട്ടറായിട്ടാണ്, വൺ ഓഫ് ദ സൂട്ടേഴ്സ്. അതായത് ഈ പെൽനോപ്പിയുടെ കീഴിലുള്ള കുറേ സ്യൂട്ടേഴ്സ് ഉണ്ട്, അതിൽ വൺ ഓഫ് ദ സ്യൂട്ടേഴ്സ്. കിട്ടലും പെർഫോമൻസ് ആണ്. എല്ലാവരും പെർഫോമൻസും ഞാൻ പറയാം, മാറ്റ് ഡേമനൊക്കെ തൂക്കും, ഓസ്കാർ തൂക്കും. അതുപോലത്തെ അദ്ദേഹത്തിൻ്റെ ഷോ ആണ്, ഔട്ട് ആൻഡ് ഔട്ട് മാറ്റ് ഡേമൻ ഷോ ആണ്. അദ്ദേഹത്തിൻ്റെ ബോഡി തന്നെ, അതായത് സ്ലിം അറ്റ് ദ സെയിം ടൈം സ്ട്രോങ്, അങ്ങനത്തെ ബോഡി ഉണ്ടല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടി. ഇത് യുദ്ധം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ അങ്ങനെ കാണിക്കലല്ല. ഇതിൽ ലുഡ്വിഗ് ഗൊറാൻസൻ്റെ സ്കോറായി കഴിഞ്ഞാലും ലാസ്റ്റ് വരുന്ന സോങ് ആയി കഴിഞ്ഞാലും സച്ച് ആൻ അമേസിങ്. അതായത് ലുഡ്വിഗ് ഗൊറാൻസൻ്റെ അഴിഞ്ഞാട്ടോ. ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഹെഫ്രഡ് എന്താണ് പഴയ കാലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ്, ആ സമയത്തുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇവർ മേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അത് വെച്ചിട്ട് ഓജിയാണല്ലോ നോളൻ, അത് വെച്ച് റീക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ ചില ഫോക്ക് ലെവലിൽ ട്രോജൻ വാർ നടക്കുന്ന സമയത്ത് ഈ ട്രോജൻ ഹോഴ്സൊക്കെ അറിയാലോ, നമ്മൾ ട്രോയിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ട്രോയിൽ കാണിച്ച പോലത്തെ ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ഭയങ്കര വലിയ ഹോഴ്സ് അല്ല ഇതിനകത്ത്. ഇതിൽ ശരിക്കും ഒരു ഹോഴ്സ്, ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഹോഴ്സ്, കറക്റ്റ് നല്ല ഷേപ്പിലുള്ള ഹോഴ്സ്. അപ്പോൾ ആ സമയത്ത് കൊടുത്ത ഫോക്ക് ബീറ്റ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഷാറ്ററിങ് ആണ്. അത് ഭയങ്കര, അത് തിയേറ്ററിനകത്ത് ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ എന്തോ ഒരു എക്സ്റ്റസിയിലേക്ക് നമ്മൾ എത്തിക്കുക, ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയില്ലേ, അതാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി. ജോൺ ലെക്സിയാമോ ചെയ്ത ക്യാരക്ടർ, ഈ പേരൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ ആളെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ജോൺ വിക്ക് ഫസ്റ്റിൽ ഉള്ള മെക്കാനിക്കില്ലേ, ഇവർ ജോൺ വിക്കിൻ്റെ കാറ് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട്, പട്ടീനെ വന്ന് കാർ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഒരാളടുത്ത് സംസാരിക്കുന്നില്ലേ, ആളെ നിങ്ങൾക്ക് അറിയാം. യു സ്റ്റോൾ ജോമിങ്സ് കാർ ആൻഡ് കിൽ ഹിസ് ഡോഗ് എന്ന് ചോദിക്കുന്നില്ലേ, ആ പുള്ളിക്ക് 1 ഐ ബ്ലൈൻഡ് അതിനകത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഒരു ഒറ്റക്കണ്ണം വരുന്നുണ്ട് ഇതിനകത്ത്, ഒരു ഭയങ്കര ഭീകര രൂപം. ആ സമയത്തുള്ള വിഷ്വൽസും സൗണ്ടും ആ സീക്വൻസ്, ദ ഹോൾ സീക്വൻസ്. പിന്നെ കടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലിൻ്റെ ആ ഒരു ഭീകരത, അതിൻ്റെ ഒരു ടഫ്നെസ്സും അതിൻ്റെ ഒരു വാസ്റ്റ്, അതിനൊരു വല്ലാത്തൊരു, ഇതെങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ നൈറ്റിലുള്ള സീൻസ് ഉണ്ട്. കപ്പൽ, ഈ പായക്കപ്പലാണല്ലോ, അത് ഇവർ തുഴയുന്നതും. പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, ഈ ഭീകരജീവി ഒറ്റക്കണ്ണൻ, മറ്റേ ആളെ മോൻ, കടലിൻ്റെ ആളെ മോൻ. പിന്നെ ഇതൊക്കെ ഇതിലുള്ളതാ, ഹോമറിനകത്തുള്ള, ഒഡീസിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്തെത്തുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ, ആ സ്ത്രീ കാണിച്ചു കൊടുക്കുന്ന വിസ്ക്രാഫ്റ്റ്, ഭീകരமான വിസ്ക്രാഫ്റ്റ്. അതൊക്കെ എങ്ങനെയാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൽ ഉണ്ടാകുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വേറെ ഒരു ഐലൻഡിൽ വേറെ കുറേ ഒരു മാനേറ്റേഴ്സ് ആയിട്ടുള്ള കുറേ ഭീകരമായിട്ട് വലിയ ജൈജാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഭയങ്കര ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസാണ്. ഇത് മൊത്തം ഇത് എടുത്ത് വെച്ചിട്ട് നമുക്കങ്ങ് തരുക, നിങ്ങൾ കണ്ടോളീന്ന് പറഞ്ഞിട്ട്. അപ്പാർട്ട് ഫ്രം ദ വിഷ്വൽസ് ആൻഡ് സൗണ്ട്, ഇതിലെടുത്ത് പറയുന്നത് റൈറ്റിങ്ങാണ്. ഇതൊരു ലീനിയർ ആയിട്ടുള്ള സിനിമയല്ല, ഇറ്റ്സ് എ നോൺ ലീനിയർ ഫിലിം. ആൻഡ് ഓൾസോ ഇതിൽ വേരിയസ് ടൈം ലൈൻസ് ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഷ് ബാക്കും ഫോർവേഡൊക്കെ ആയിട്ട്. അത് എഴുത്തിൽ ഭീകരമായിട്ടുള്ള എഴുത്തുണ്ട്, ഡയലോഗ്സ് ഒക്കെ കിടുവാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഇറ്റ്സ് ആൻ ഹോളിസ്റ്റിക് ഫിലിം. അത് വെറുതെ കുറേ വിഷ്വൽസ് കാണിച്ച് അതല്ല, റൈറ്റിങ്ങിൽ ഇമോഷൻ പിടിച്ച് ക്യാരക്ടേഴ്സിനോട് നമുക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ച് ലാസ്റ്റ് ക്ലൈമാക്സിൽ എൻ്റെ മോനെ ഒരു പടത്തിനകത്ത് നോളം പടം കണ്ടിട്ട് ഒരു മാസ് പടം കാണും പോലെ
3 times വി ക്ലാപ്ഡ്. 3 times. അത് ഏത് സീൻസ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. 3 തവണ ക്ലൈമാക്സിൽ നല്ല കയ്യടി, പക്ക പക്ക മസാല മാസ് പടം കാണുന്ന പോലെ. പക്ഷെ അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല കേട്ടോ, അന്തളവക്ക്. പക്ഷെ അത് പുള്ളി മനഃപൂർവ്വം ചെയ്തായിരിക്കൂല, ആ സിനിമ അങ്ങനെ കൊണ്ടെത്തിച്ചാണ്. അന്യായിരുന്നു. ടെറിഫൈങ് എക്സ്പീരിയൻസ്, ഒരു അന്യ എക്സ്പീരിയൻസ്. ഇദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് പ്രൊഡ്യൂസർ, എമ ജോസഫ് എന്നാണ് തോന്നുന്നു പേര്. അതല്ല, എമ വാട്സൺ അല്ലല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് എല്ലാ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഭാര്യയും ഭർത്താവും കൂടെ. അപ്പം എന്തായി കഴിഞ്ഞാലും ഫ്രം ക്രിസ്റ്റഫർ നോളൻ. ലാസ്റ്റ് അങ്ങനെ എഴുതി കാണിക്കുമ്പോഴല്ലോ ശരിക്കും പൊങ്ങും. ഫ്രം ദ ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ. ഇറ്റ്സ് അറൗണ്ട് 250 million ആണ് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഐ എം ഷുവർ ഇറ്റ് വിൽ കളക്ട് ലൈക്ക് എനിത്തിങ്. കാരണം ദിസ് ഫിലിം ഡിസേർവ്സ് ദാറ്റ്. കാരണം ഒരാൾ പണിയെടുത്തിട്ട് നമുക്ക് തരിക ഒരു സാധനം, പണിയെടുത്തിട്ട്, അതും ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യട്ടെ. സമ്മതിച്ച് ക്രിസ്റ്റഫർ നോളൻ ഇൻട്രസ്റ്റിലാണ് ശേഷം ഇത്രയും ഹൈലി സാറ്റിസ്ഫൈഡ് ആൻഡ് വാച്ച്ഡ് എ ഫിലിം ഇൻ തിയേറ്റർ എന്ന് കണ്ടിറങ്ങിയിട്ടുള്ള പ്രൗഡ്ലി വാച്ച്ഡ് ദ ഓഡിസി.